എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ പിറകിൽ നിൽക്കുന്നൊരു ഹോസ്പിറ്റലിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതൊരു ENT ഹോസ്പിറ്റലാണ്, സെൻസ് 3 ഹോസ്പിറ്റൽ. സെൻസ് 3 ഹോസ്പിറ്റലിനെ പറ്റി എന്താണ് പറയാൻ ആഗ്രഹിക്കണമെന്നായിരിക്കും നിങ്ങൾ ചോദിക്കണേ. ഇത് നമ്മളുടെ ചാലക്കുടി KSRTC സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇടതുവശത്തായിട്ടാണ് ഈ ബിൽഡിങ്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ സെൻസ് 3 ഹോസ്പിറ്റൽ നിൽക്കുന്നത്. ENT ഹോസ്പിറ്റലാണ്. ഡോക്ടർ രാജേഷ് ജോർജാണ് ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻറ്റ്. വളരെ കൈപ്പുണ്യമുള്ളൊരു ഡോക്ടറാണ്. അതുമാത്രമല്ല ENT മേഖലയിൽ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള ഒരു ഡോക്ടർ കൂടിയാണ്. 2 ഡോക്ടേഴ്സ് കൂടി ഇവിടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ബിൻഷി, ഡോക്ടർ ലിഖിത. അപ്പോൾ ഞാൻ ഇത്രയും നേരം ഈ സെൻസ് 3 ഹോസ്പിറ്റലിനെ പറ്റി പറഞ്ഞു. എന്താണ് സെൻസ് 3 ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലെ വാർത്താ പ്രാധാന്യം? സംഭവം വേറൊന്നുമല്ല, കേട്ടുകേൾവിയില്ലാത്ത നമുക്ക് ആർക്കും ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനൊരു ചികിത്സയെ പറ്റിയിട്ട്. പക്ഷേ അങ്ങനെ ഒരു ചികിത്സ നമ്മുടെ ഈ സെൻസ് 3 ഹോസ്പിറ്റലിൽ നടന്നു. വളരെ പ്രധാനപ്പെട്ട ചങ്കിടിപ്പേറിയ, വളരെ ശ്രദ്ധയോടുകൂടി ചികിത്സ നടത്തിയതുകൊണ്ട് മാത്രം ആ ചേട്ടൻ ഇന്ന് വളരെ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു സംഭവം, അതിൽ നിന്നും കൃത്യമായി ചികിത്സാ ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തിയ ആ ചേട്ടനെ, വെറ്റ്ലപ്പാറ സ്വദേശി. ആ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് സെൻസ് 3 ഹോസ്പിറ്റലിലേക്ക് പോവാം. അവിടെ ചെന്ന് നമുക്ക് ഡോക്ടറോട് സംസാരിക്കാം. എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ ഈ പിറകിലിരിക്കുന്നത് ഡോക്ടർ ലിഖിത. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടർ ലിഖിത. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ നടന്നു. നമുക്കറിയാം, അട്ട നമ്മുടെ ശരീരത്തിൽ കടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം അസ്വസ്ഥതകൾ നമുക്കുണ്ടാവുമെന്നറിയാം. അതിനെ പറിച്ചു കളഞ്ഞവരെ അതിൻ്റെ കൊമ്പോടെ നിൽക്കും. വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ അട്ടയെ കളയാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഈ അട്ട അതും ഒരാഴ്ചക്കാലത്തോളം നമ്മുടെ മൂക്കിലിരിക്കുകയും ആ മൂക്കിൽ നിന്നും വളരെ ശ്രദ്ധയോടുകൂടി പുറത്തെടുക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ ഒരു സംഭവം നമ്മുടെ ചാലക്കുടിയിലുണ്ടായി. വെറ്റ്ലപ്പാറ സ്വദേശിയായിട്ടുള്ള ഒരു 36-37 വയസ്സുള്ള ഒരു ചേട്ടന് ഇതുപോലെ മൂക്കിലേക്ക് അട്ട കയറി പോവുകയും, അദ്ദേഹം ഇന്നും പുഴയിൽ കുളിക്കുന്ന ഒരു വ്യക്തിയാണ്. മൂക്കിലേക്ക് അട്ട കയറി പോവുകയും ഒരാഴ്ചയോളം അതങ്ങനെ തന്നെ ഇരിക്കുകയും പ്രാഥമിക തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം സെൻസ് 3 ഹോസ്പിറ്റലിലേക്ക് വരികയും എൻഡോസ്കോപ്പിക്ക് ശേഷമാണ് ഈ അട്ട ഇതിൻ്റെ അകത്തിരിക്കുന്നതായിട്ട് കണ്ടത്. ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ രാജേഷ് ജോർജാണ്. വളരെ സീനിയറായിട്ട് നല്ലൊരു കൈപ്പുണ്യമുള്ള ഡോക്ടറാണ്. അവരുടെ കീഴിൽ ചെയ്യുന്ന മറ്റു ഡോക്ടേഴ്സാണ്, ഒന്ന് നമ്മുടെ ഡോക്ടർ ലിഖിത, മറ്റൊരു ഡോക്ടറാണ് ഡോക്ടർ ബിൻഷി. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ചികിത്സ നടന്നത്. ഇന്ന് ആ ചേട്ടൻ വളരെ സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് ചാലക്കുടിയിൽ നടന്ന കേട്ടുകേൾവിയില്ലാത്ത ഈ ചികിത്സയെ പറ്റി നമുക്ക് ഡോക്ടർ ലിഖിതയോട് ചോദിച്ചറിയാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ലിഖിത. ഞങ്ങളുടെ സെൻസ് 3 ENT ക്ലിനിക് എന്ന് പറഞ്ഞാൽ ചാലക്കുടിയിൽ KSRTCക്ക് അടുത്തുള്ള ഒരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ നമ്മൾ ഇന്നത്തെ ദിവസം രാവിലെ ഒരു പേഷ്യൻ്റ് വരികയുണ്ടായി. വെറ്റിലപ്പാറ സ്വദേശി. ആൾക്ക് വന്ന ബുദ്ധിമുട്ട്, നമ്മുടെ അടുത്തേക്ക് വന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഒരാഴ്ചയായിട്ട് മൂക്കിൽ നിന്ന് രക്തം വരുന്നു, ഇടയ്ക്കിടയ്ക്ക് രക്തം വരുന്നൊരു ബുദ്ധിമുട്ടായിട്ടാണ് വന്നത്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ആൾ ഉറങ്ങുന്ന സമയത്താണ് ആദ്യമായിട്ട് ഉറങ്ങി എണീറ്റപ്പോഴാണ് മൂക്കിൽ നിന്ന് നന്നായിട്ട് ബ്ലഡ് വന്നിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ആൾ അടുത്തുള്ളൊരു ആശുപത്രിയിൽ പോവുകയും അവിടുന്ന് പ്രാഥമികമായിട്ടുള്ള അവർക്ക് മൂക്കിലൊഴിക്കാനുള്ള ഡ്രോപ്സ് കൊടുത്തു. ബേസിക് ആയിട്ടുള്ള കുറച്ച് ആൻറ്റിബയോട്ടിക്സ് കാര്യങ്ങളെല്ലാം കൊടുത്തു. എന്നിട്ട് വീണ്ടും അതുപോലെ വരികയാണെങ്കിൽ ENT വിദഗ്ധരെ കാണണമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ പിന്നീടും ഈ മരുന്നുകളെല്ലാം ഉപയോഗിച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് എല്ലാം മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന ബുദ്ധിമുട്ട് ചെറിയ തോതിലാണ് വന്നിരുന്നു. 2-3 ദിവസമായിട്ട് മൂക്ക് നല്ല അടവും ജലദോഷവും, ശ്വാസം എടുക്കാനായിട്ട് വലത്തെ ഒരു സൈഡിൽ കൂടുതലായിട്ട് ശ്വാസം എടുക്കാനായിട്ടുള്ള പ്രയാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നമ്മുടെ അടുത്തേക്ക് വരികയുണ്ടായി. അപ്പോൾ നമ്മളവരെ നോക്കിയപ്പോൾ ആദ്യം എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സംശയത്തക്ക രീതിയിൽ നമുക്ക് തോന്നിയില്ല. ഉള്ളിൽ നമ്മൾ ഹെഡ് ലൈറ്റ് വെച്ച് എക്സാമിൻ ചെയ്തപ്പോൾ ചെറിയൊരു നമ്മൾ
നോക്കുമ്പോൾ ഉള്ളിലേക്ക് കുറച്ച് നോക്കുമ്പോൾ ചെറിയൊരു അനക്കം പോലെ എന്തോ ഇരിക്കുന്ന പോലെ, അതായത് ഒരു അനക്കം കാര്യമായിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഇത് നമുക്ക് എന്തോ ഒരു ഫോറിൻ ബോഡി ആയിരുന്നു, വ്യത്യസ്തമായൊരു ഇരിക്കുന്ന പോലെ, സാധാരണ ഇല്ലാത്ത പോലെയുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി എൻഡോസ്കോപ്പി ചെയ്തു. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഇത് കാണുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഒരു 4 സെൻറ്റിമീറ്റർ ലെങ്ത് എങ്കിലും മിനിമം, 4 അതിൽ കൂടുതലുള്ള ലെങ്ത്തുള്ളൊരു ലീച്ച് അട്ടയാണ് അതിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കുന്നുണ്ടായത്. അപ്പോൾ നമ്മളത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയായിരിക്കും. അതിങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ആ സൈഡിൽ കൂടുതൽ സിവിയറായിട്ട് ബുദ്ധിമുട്ട്, അവൾക്ക് സൈനസൈറ്റിസിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മളത് കുറച്ച് ഇതായിട്ട് നമുക്ക് അറിയാലോ, അട്ടയെ നമുക്ക് എടുക്കാൻ, ബാക്കി ഭാഗം ശരീരത്തിൽ നിന്ന് എടുക്കാനുള്ള പ്രയാസം, അതുപോലെ നമ്മൾ മൂക്കിൻ്റെ അകത്തുനിന്നാകുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ നമ്മളത് എടുത്തു. നമ്മളത് എൻഡോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി തന്നെ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ മുഴുവൻ ഇതായിട്ട് തന്നെ യാതൊരുവിധ അപകടങ്ങളോ അധികം മുറിവുകളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് ജീവനോടെ തന്നെ അത് എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി ആയിരുന്നെങ്കിൽ നമ്മളത് എടുത്തു. അപ്പോൾ എടുത്ത് രോഗിയെ കാണിച്ചു കൊടുക്കുകയും വേറെ ഏതെങ്കിലും ബാക്കി എല്ലാ ഭാഗങ്ങളിലും മറ്റ് അപ്പുറത്തെ സൈഡുകളിലും എല്ലാം നന്നായിട്ട് ഡീറ്റെയിലായിട്ട് എക്സാമിൻ ചെയ്യുകയും വേറെ ഇതുകളൊന്നും ഇല്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അങ്ങനെയാണ് ആ പേഷ്യൻറ്റ് നമ്മൾ അതിൽ നിന്ന് ജീവനോടുകൂടി തന്നെ അതിനെ എടുക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വെക്കേഷൻ സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ പല യാത്രകൾ, അപ്പോൾ അയാൾ ഞാൻ പറഞ്ഞു വെറ്റിലപ്പാറ സ്വദേശിയാണ്. അപ്പോൾ അയാൾ സ്ഥിരമായിട്ട് പുഴയിൽ മുങ്ങി കുളിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നായിരിക്കണം ഇത് കയറിയിട്ടുണ്ടാവുക. പക്ഷെ ആദ്യത്തെ ദിവസങ്ങളിൽ അതാണ് അത്ര കാര്യമാക്കാതെ വിട്ടു. പക്ഷേ ഈ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നത് റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ മാത്രമാണ് അത് ശ്രദ്ധിച്ചത്. എന്നിരുന്നാലും അത് ശ്രദ്ധിക്കാൻ തോന്നിയത് നല്ല കാര്യം. കാരണം നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇതുകൾ, ചെറിയൊരു മൂക്കടവ്, ചെറിയൊരു ജലദോഷം നമ്മൾ അവഗണിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വെക്കേഷൻ സമയത്ത് അവധിക്കാലത്ത് നമ്മൾ യാത്രകളും പിക്നിക്കൊക്കെ പോയി യാത്രകളെല്ലാം കഴിഞ്ഞ് നമ്മൾ വെള്ളച്ചാട്ടത്തിലാണെങ്കിലും പുഴയിലും കാര്യങ്ങളൊക്കെ മുങ്ങി കുളിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്നുള്ളത്. കാരണം ഇതിപ്പോൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഇത് ഉള്ളിലേക്ക് കയറി പോകാനാണെങ്കിലും അവിടെ ഇരുന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനാണെങ്കിലും ഒരുപാട് നന്നായിട്ട് ബ്ലീഡിങ് നമുക്ക് നിയന്ത്രിക്കാനാവാത്ത രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ടാവാനും, അതുപോലെ ഇൻഫെക്ഷൻസ് ബ്രെയിനിലേക്കാണെങ്കിലും ഇൻഫെക്ഷൻസ് കയറിപ്പോവാനും ഒക്കെ നമ്മുടെ ശ്വാസതടസ്സം താഴത്തേക്ക് ഇറങ്ങി ലങ്സിലേക്ക് ആസ്പിറേറ്റ് ചെയ്യാനും അതുവഴി ലങ്സിലെ ബുദ്ധിമുട്ടുകൾ, ന്യൂമോണിയ എന്ന് മുതലായ എല്ലാ കോംപ്ലിക്കേഷൻസും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അപകടമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം നമ്മളിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടുക. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പം മൂക്കിലെല്ലാം പോയാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന പോലെ നമുക്ക് നോർമൽ സലൈനോ നെയ്സൽ ഡ്രോപ്സോ യൂസ് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് ഒരു ഡെഫിനറ്റ് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവില്ല, നമുക്ക് തൽക്കാലത്തേക്ക്. അതുകൊണ്ട് പക്ഷെ അവരും നെയ്സൽ ഡ്രോപ്സ് യൂസ് ചെയ്തിരുന്നതാണ്. ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞു തരാനില്ല. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക എന്നുള്ളതാണ്. ഇങ്ങനെ മൂക്കിൻ്റെ അകത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ഭാഗങ്ങളിൽ പോയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ പേഷ്യൻറ്റിന് ഏകദേശം എത്ര പ്രായം ഉണ്ടാവും? ഇയാളൊരു 36 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരാഴ്ചയിൽ കൂടുതൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും ഇതിന്റെ ഇടയിൽ വേറെ ബ്ലീഡിങ്ങിന്റെ സമയത്ത് വേറെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടുന്ന് നെയ്സൽ ഡ്രോപ്സും മരുന്നുകളും കൊടുത്തിരുന്നു. പിന്നീടും വീണ്ടും വീണ്ടും ബ്ലീഡിങ് ഉണ്ടായി. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് മൂക്കടവും നിർത്താതെയുള്ള ജലദോഷവും ഉണ്ടായപ്പോഴാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇത് ഇവിടെ നമ്മുടെ സെൻസ്3 ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ എവിടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ? പൊസിഷൻ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ എൻഡോസ്കോപ്പിൻ്റെ സഹായം അല്ലാതെ നോക്കുമ്പോൾ ചെറിയൊരു കുറച്ച് ഉള്ളിലേക്ക് കയറിയായിരുന്നു. ഏറ്റവും പുറത്ത് കാണുന്ന രീതിയിലായിരുന്നില്ല, മൂക്കിന്റെ ഉള്ളിലേക്കുള്ള ഭാഗത്തിലായിരുന്നു, ഇടത്തെ സൈഡിലായിരുന്നു. അത് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടായിരുന്നു. ഇതൊരു പക്ഷേ ഇത് കയറി പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ലെൻസിലേക്ക് പോകാനായിട്ട്, ലെൻസിലേക്ക് പോകാനും ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുള്ള പ്രത്യേകിച്ച് അട്ട നമ്മുടെ ശരീരത്തിൽ കടിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഭാഗ്യം. അദ്ദേഹത്തിന് ആകെ അത് അവിടെ ഇരുന്ന് കുറച്ച് കടിക്കുമ്പോൾ കുറച്ച് ബ്ലഡ് വരിക എന്നുള്ളത് വെച്ച് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക്
ഭാഗ്യവശാൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ എങ്ങനെയായിരുന്നു? ഇതിന് വേറെ ഏതെങ്കിലും ഡോക്ടർമാരുടെ സഹായം ഉണ്ടായിരുന്നോ? ഇത് എങ്ങനെയായിരുന്നു? ഇത്ര സമയം എടുത്തു? എങ്ങനെയായിരുന്നു? നമ്മളിവിടെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നമ്മുടെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജു ജോർജ് ആണ്. സാറിൻ്റെ ഹെൽപ്പിലും സാറിൻ്റെ അഡ്വൈസിലും പിന്നെ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ഫുൾ ടൈമിൽ ഡോക്ടർ ബിൻഷി, അപ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ചാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ അതിനെ നമുക്ക് ജീവനോടെ തന്നെ എടുക്കാതെയും പറ്റില്ല. വേറെ നമ്മൾ ഫോറിൻ ബോഡീസൊക്കെ നമ്മൾ സാധാരണ നമ്മളതിനെ എങ്ങനെയെങ്കിലും അതിൻ്റെ ജീവൻ നശിപ്പിച്ചിട്ട് എടുക്കാനെല്ലാം ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇത് ജീവനോടെ തന്നെയാണ് നമുക്ക് എടുക്കാനും സാധിച്ചുള്ളൂ. പക്ഷെ ഇത് വല്ലാതെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ മരുന്നുകൾ കാര്യങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ആ പിടുത്തം കുറച്ചൊന്ന് വിടുവിച്ചതിന് ശേഷമാണ് നമ്മൾ അത് സെയിം ടൈം തന്നെ നമ്മൾ എൻഡോസ്കോപ്പി യൂസ് ചെയ്ത് ടൈറ്റായിട്ട് അതിനെ ആർട്ടറി ഫോർസെപ്സ് വെച്ച് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അറ്റേ ടൈം തന്നെ നമ്മൾ 2-3 കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്താണ് അത് എടുക്കാൻ സാധിച്ചത്. കാരണം നമ്മളത് ചെയ്യുന്ന സമയത്ത് അത് അവിടെ നിന്ന് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് വിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയാലും അതിലും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പേഷ്യൻ്റ് എവേക്കായിരുന്നപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കണമായിരുന്നു. നമുക്കൊരു അനസ്തേഷ്യ കൊടുത്തു അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ നമുക്കത് പേഷ്യൻ്റ് എവേക്കായിട്ട് ഇരുന്നപ്പോൾ തന്നെ നമുക്ക് വേറെ പെയിൻ കില്ലേഴ്സോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കണമായിരുന്നു. അപ്പോൾ പേഷ്യൻറ്റും കോപ്പറേറ്റീവ് ആയിരുന്നു, നമുക്കതങ്ങനെ എടുക്കാൻ സാധിച്ചു. ഭാഗ്യവശാൽ വളരെ ചുരുക്കം കേസുകളാണ് ഇതിനെപ്പറ്റി അങ്ങനെ കേട്ടിട്ടുള്ളൂ. അട്ട നമ്മുടെ ദേഹത്ത് കടിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, നമുക്ക് പരിചയമുള്ളതായിരിക്കും. പക്ഷെ മൂക്കിൽ കയറുക അല്ലെങ്കിൽ അങ്ങനെ കണ്ണിലുള്ള വേറെ തരം വിരകളെക്കുറിച്ചും വേംസിനെ കുറിച്ചും മൂക്കിനകത്ത് തന്നെയാണെങ്കിലും വേറെ തരത്തിലുള്ള മാഗറ്റ്സ് വേറെ അങ്ങനത്തെ വേംസിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നെയും കുറച്ചും കൂടെ സാധാരണയായി വളരെ സാധാരണ എന്നല്ല എന്നാലും കുറച്ച് കൂടുതൽ ഫ്രീക്വൻസിയിൽ നമ്മൾ കാണുന്നതാണ് ഇൻസിഡൻസ്. പക്ഷേ അട്ട കയറി പോകുന്നത് അത്ര ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അത്രയും ബോധവാന്മാരാകണമെന്നില്ല. നമ്മളിങ്ങനെ യാത്രകൾ പോകുമ്പോഴോ എവിടെയെങ്കിലും ഇങ്ങനെ മുങ്ങി കുളിക്കുന്ന പുഴകളിലാണെങ്കിലും ഇതൊക്കെ കുളിക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് അത്രയും അവെയർ ആവണമെന്ന് നിർബന്ധമില്ല. ഇതിനെ പുറത്തെടുത്തപ്പോൾ എങ്ങനെയായിരുന്നു? ഇത് ചത്ത നിലയിലായിരുന്നു അത് ജീവനോടുകൂടി? അല്ല, നമ്മൾ ജീവനോടുകൂടി തന്നെയാണ് എടുത്തത്. നമ്മൾ എൻഡോസ്കോപ്പിൽ നോക്കുമ്പോൾ അത് അനങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ലൈറ്റ് നമ്മുടെ സ്കോപ്പിൻ്റെ ലൈറ്റ് അങ്ങോട്ടേക്ക് ആകുമ്പോഴേ അത് അനങ്ങുകയായിരുന്നു. നമ്മൾ മരുന്ന് ഒഴിച്ച് അതിൻ്റെ ഇത് വിടിയിക്കാൻ നോക്കിയാലും അത് വീണ്ടും അത് അള്ളി ഇരിക്കുമായിരുന്നു. അപ്പം നമ്മൾ അതിനെ മരുന്ന് ഒഴിച്ചു ഒന്ന് പതുക്കെ അനങ്ങി തുടങ്ങിയപ്പോൾ അത് ജീവനോടെ തന്നെയാണ് അതിനെ പുറത്തെടുത്തതും പുറത്ത് അവരെ കാണിച്ചു കൊടുത്തു. അതിന് ശേഷം പുറത്ത് വന്നതിന് ശേഷമാണ് അതിനെ നമ്മൾ കൊന്നത്.